സ്പന്ദനത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ജീവിതശൈലി രോഗങ്ങളാണ്. ജീവിതശൈലിയും ഭക്ഷണ രീതിയും മാറുന്നത് കൊണ്ടാണ് ജീവിതശൈലി രോഗങ്ങൾ വരുന്നത്. അതെല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഈ ഭക്ഷണ രീതിയിലും ജീവിതശൈലിയിലും മാറ്റിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അസുഖങ്ങളെന്ന് നമുക്ക് നോക്കണം. നമ്പർ 1 പ്രമേഹം. കേരളം ഒരു ഡയബറ്റിക് ക്യാപിറ്റലാണ്. എന്തുകൊണ്ട്? നമ്മളുടെ ഈ ഇപ്പോഴുള്ള ഒരു തലമുറ വ്യായാമമില്ല. ഉണ്ടോ? ആരെങ്കിലും എന്തെങ്കിലും വ്യായാമം ചെയ്യുന്നുണ്ടോ? നമ്മളുടെ ആഹാര രീതിയും നമ്മളുടെ ജീവിതശൈലിയും മാറ്റാനായി നമ്മൾ മനഃപൂർവ്വം അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യണം. അതാണ് ഏറ്റവും പ്രധാനം. അല്ലെങ്കിൽ ഈ കേരളം ഡയബറ്റിക് ക്യാപിറ്റലായിട്ട് കിടന്ന് ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷൻസ് അനുഭവിച്ച് ഡയബറ്റിക് ന്യൂറോപ്പതി, വാസ്കുലോപ്പതി, പെരിഫറൽ നംനസ്, ഹാർട്ടിൻ്റെ പ്രോബ്ലം, തലച്ചോറിലെ സീവിയർ അതായത് സ്ട്രോക്ക് വരിക, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുക, അതുപോലെ കിഡ്നിക്ക് പ്രശ്നം, കണ്ണിന് പ്രശ്നം, അങ്ങനെ എല്ലാം. അതുപോലെ ന്യൂറോപ്പതി, ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ന്യൂറോപ്പതി, കാലിൻ്റെ പെരുപ്പ്, തരിപ്പ്, മരവിപ്പ്. അപ്പോൾ ഇത് ഒക്കെ തന്നെയും കൊണ്ട് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു തലമുറയെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പ്രോഗ്രാംസ് എല്ലാം തന്നെയും ഇതിനെ ബേസ് ചെയ്ത് ഒരു പ്രിവെൻറ്റീവ് ഡയറ്റ് പ്ലാനാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ അത് ഡയബറ്റീസ് ആവട്ടെ, അതിനോടൊപ്പം ഉള്ള ഫാറ്റി ലിവർ, ഏറ്റവും ഗുരുതരമായൊരു സ്ഥിതിവിശേഷം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നോൺ ആൽക്കഹോളിക് ലിവർ സിറോസിസ്. അതിൻ്റെ കാരണം ഫാറ്റി ലിവറാണ്. ഒബീസിറ്റി, അമിതവണ്ണം, പിന്നെ പോളിസിസ്റ്റിക് ഓവറി. ഇത്രയും 4 കാര്യങ്ങൾ, പ്രമേഹമാവട്ടെ, അമിതവണ്ണമാവട്ടെ, ഫാറ്റി ലിവർ ആവട്ടെ, പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ്, ഇതെല്ലാം ജീവിതശൈലി രോഗങ്ങളാണ്. അതുപോലെ പ്രഷർ, ഹൈപ്പർ ടെൻഷൻ ഒരു ജീവിതശൈലി രോഗമാണ്. ഹാർട്ട് അറ്റാക്ക് ഒരു ജീവിതശൈലി രോഗമാണ്. സ്ട്രോക്ക് ഒരു ജീവിതശൈലി രോഗമാണ്. ഇതെന്താണെന്ന് വെച്ചാൽ ഇതിനെയൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ വരാതിരിക്കാൻ പറ്റും. അതിനുള്ള എല്ലാ മാർഗവും ഞാൻ എൻ്റെ പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രോഗ്രാം ഈ പറയുന്ന ഹോളിസ്റ്റിക് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയും അതിനെ ബേസ് ചെയ്ത് തന്നെയാണ്. അപ്പോൾ ഇതിൽ എന്താണ് ഈ പ്രമേഹവും, ഈ 4 കാര്യങ്ങൾ, പ്രമേഹമാവട്ടെ, ഫാറ്റി ലിവർ ആവട്ടെ, പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം ആവട്ടെ, ഇതെല്ലാം തന്നെയും ഒറ്റ കാരണമാണ്. എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ പറയുന്ന കേൾക്കുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലായി. അന്നജമാണ്. അല്ലാതെ പാവം പ്രോട്ടീനെയും അതുപോലെ കൊഴുപ്പിനെയും അതുപോലെ മറ്റുള്ള ഒരു ന്യൂട്രിയൻസിനെയും പഴി പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ കഴിക്കുന്ന അന്നജത്തിൻ്റെ അളവ്, അത് മാത്രമാണ് ഇതിൻ്റെ കാര്യം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. നിങ്ങൾ കഴിക്കുന്ന ഒരു ദിവസം എല്ലാവർക്കും 2-3 ഇഡ്ഡലി വേണം, അല്ലെങ്കിൽ ഒരു കപ്പ് ചോറ് വേണം. രാത്രിയാണെങ്കിലും അതുപോലെ അന്നജം അല്ലെങ്കിൽ ചപ്പാത്തി. ഈ അന്നജം എന്ന് പറയുമ്പം അന്നജപ്രധാനമായ സീരിയൽസ് അല്ലെങ്കിൽ ധാന്യങ്ങൾ എല്ലാം തന്നെ ഈ കാറ്റഗറിയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ചിലർ പറയും, എന്നോട് വന്ന് പറയും, മാഡം ഞങ്ങൾ ചോറൊന്നും കഴിക്കില്ല, ഞങ്ങൾ കഴിക്കുന്ന മില്ലറ്റ് ധാന്യമല്ലേ. ചിലർ പറയും റാഗിയാണ് കഴിക്കുന്നത്, റാഗി ധാന്യമല്ലേ. ഇത് മനസ്സിലാക്കാനുള്ള ഒരു ബോധം പോലും ഇല്ലാതെ അത് എനിക്ക് ഭയങ്കര വിഷമം തോന്നും. ഇങ്ങനെ ധാന്യങ്ങളെന്ന് പറയുന്നത് എല്ലാം ഒരേ കാറ്റഗറി. ഇതിനകത്തെല്ലാം കാലോറിഫിക് വാല്യൂ ഏകദേശം ഒരുപോലെയാണ്. പക്ഷേ അതിനകത്ത് ഈ ന്യൂട്രീഷണൽ വാല്യൂ ആണ് മാറുന്നത്. ന്യൂട്രീഷണൽ വാല്യൂവിനെ സംബന്ധിച്ചിടത്തോളം റാഗി ആണെങ്കിലും അതിൻ്റെ കൂട്ടത്തിൽ മില്ലറ്റ് ആണെങ്കിലും കുറച്ചുകൂടെ ന്യൂട്രീഷൻ കണ്ടൻറ്റ് കൂടുതലാണ്, പ്രോട്ടീൻ കൂടുതലാണ്, കുറച്ച് ഫൈബറുണ്ട്, കുറച്ച് ന്യൂട്രിയൻസ്, മറ്റുള്ള വൈറ്റമിൻസും മിനറൽസും ഒക്കെ കുറച്ചുകൂടെ അളവിൽ കൂടുതലുണ്ട്. രാവിലെ എണീക്കുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് രാവിലെ നല്ലൊരു ചായ കുടിക്കും അല്ലേ? എല്ലാവർക്കും ചായ അല്ലെ കോഫി, ഇത് കുടിച്ചില്ലേ ഉറക്കം വരത്തില്ല. അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു ജീവിതമില്ല, ഇന്ന് മുഴുവൻ കട്ട പുകയാന്ന് പറയും ഈ കുടിക്കുന്ന ആൾക്കാരെ. അങ്ങനത്തെ ഒരു ശീലമാണ്. ഈ പറയുന്ന ചായയും കാപ്പിയും നിങ്ങളുടെ വയറിനകത്തിരിക്കുന്ന നല്ല ബാക്ടീരിയയെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾക്കറിയാമോ? ഈ നല്ല ബാക്ടീരിയയെക്കുറിച്ച് നിങ്ങൾ അറിയണം. ഗട്ട് മൈക്രോബ്സ്, ഇവയാണ് നമ്മളുടെ റൂളേഴ്സാണ്. നമ്മളെ കംപ്ലീറ്റ് ഭരിക്കുന്ന ആൾക്കാരാണ്. യൂണിസെല്ലുലാർ മൈക്രോ ഓർഗാനിസംസ് ആണിത്. ഒറ്റ കോശാണ്, ജീവികളാണ്. അത് നമ്മളുടെ വായ മുതൽ മലദ്വാരം വരെയും എല്ലാ ഓറിഫൈസസ്, ചെവിക്കകത്തിരിപ്പുണ്ട്, നമ്മളുടെ സ്കിന്നിൻ്റെ പുറത്തുണ്ട്, നമ്മളുടെ യൂറിനറി ട്രാക്റ്റിലുണ്ട്, ഫെർട്ടിലിറ്റി ട്രാക്റ്റിൽ, എല്ലായിടത്തും ഇതിരിപ്പുണ്ട്. ഈ കക്ഷികൾ നമ്മൾ ജനിക്കുമ്പോഴേ നമ്മുടെ കൂടെ ഈ പ്രകൃതിയിൽ നിന്ന് കയറുന്ന ആളുകളാണ്. മനസ്സിലായോ? ഈ പുള്ളികളാണ് തീരുമാനിക്കേണ്ടത് നിങ്ങളെങ്ങനെ ജീവിക്കണം, നിങ്ങളെങ്ങനെ ചിന്തിക്കണം, നിങ്ങളെങ്ങനെ ഉറങ്ങണം, നിങ്ങളെങ്ങനെ ഭക്ഷണം ശരീരത്തിലേക്ക് പോഷകങ്ങൾ ആഗീകരണം ചെയ്യണം, നിങ്ങളെങ്ങനെ മലശോധന നിങ്ങളുടെ എങ്ങനെ ഇരിക്കണം, നിങ്ങളെങ്ങനെ സന്തോഷിക്കണം.
എന്ന് ആലോചിച്ച് നോക്ക്. ഇതെല്ലാം തീരുമാനിക്കുന്നത് ഗട്ട് മൈക്രോബ്സാണ്. ഈ ഗട്ട് മൈക്രോബ്സിനുള്ള ഭക്ഷണം നിങ്ങൾ കൊടുക്കുന്നില്ല. ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വയറിനകത്താണ്. ക്രോണിക് ഗ്യാസ്ട്രൈറ്റിസ്, ആൻട്രൽ ഗ്യാസ്ട്രൈറ്റിസ്, അൾസറേറ്റീവ് കൊളൈറ്റിസ്, IBS, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, ക്രോൺസ് ഡിസീസ് എന്ന പേരിൽ ഇങ്ങനെ ഒരു ശൃംഖല തന്നെയുണ്ട്. ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റിനൊന്നും ഇരിക്കാൻ നേരമില്ല. ഇതാണ് കാരണം. അപ്പോൾ ഇതിന് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? യു ഹാവ് ടു ചേഞ്ച് യുവർ ഡയറ്റ് പ്ലാൻ. ഇത് കഴിച്ചാലേ ഇന്ന് അതൊക്കെ വെറുതെയാണ്. ഞാൻ ഈ 12 വർഷത്തിന് മുമ്പ് ഒരു ഗ്ലാസ് കോഫി കുടിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. പക്ഷേ ഞാൻ ഇപ്പോഴുണ്ടല്ലോ, എനിക്ക് അത് കോഫി കുടിക്കണമെന്നില്ലൊന്നുമില്ല. ഞാൻ രാവിലെ വെള്ളം കുടിക്കും, കുറേ വെള്ളം കുടിക്കും. വെള്ളം കുടിച്ച് നല്ല ഫ്രൂട്ട്സ് അല്ലെങ്കിൽ നട്ട്സ് അതൊക്കെ കഴിക്കും. പക്ഷേ ആവശ്യത്തിന് നമ്മൾ കാപ്സ് എടുക്കും, ഇല്ലെന്നല്ല. അപ്പോൾ അത് ഫ്രൂട്ട്സിൽ നിന്നാണ് ഞാൻ എടുക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് എഗ്ഗ്. മനസ്സിലായോ? മുട്ടയാണ് നിങ്ങളുടെ ഭക്ഷണം ആവേണ്ടത്. പ്രോട്ടീൻ ഷുഡ് ബി ദ ബേസിക് ഫാക്ടർ ഫോർ യുവർ ഹെൽത്ത്. അതെല്ലാം മസിലിന് വേണം. അത് രാവിലെ ഒരു 25-30 ഗ്രാം പ്രോട്ടീനാണ് വേണ്ടത് ഭക്ഷണത്തിന്. അപ്പോൾ എന്ത് പറ്റും? ഈ ആത്യന്തികമായിട്ട് നമ്മളിപ്പോൾ ജീവിതശൈലി രോഗങ്ങളിൽ പ്രധാനമായിട്ട് പിടിച്ചിരിക്കുന്ന ഈ 4 അസുഖം നേരത്തെ ഇപ്പോൾ പറഞ്ഞില്ലേ, ഡയബറ്റീസ്, ഫാറ്റി ലിവർ, അമിതവണ്ണം, PCOR പോളിസിസ്റ്റിക് ഓവറിയം ലേഡീസിന്. അപ്പോൾ ഇത്രയും കൂടെ നമുക്ക് ഒരുമിച്ച് കറക്റ്റ് ചെയ്യാൻ പറ്റും ഈ ഭക്ഷണക്രമത്തിൽ. ഇവിടെ അന്നജം നമ്മൾ നന്നായിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ് മാറ്റണമെന്നില്ല. എൻ്റെ LK ഡയറ്റ് പ്ലാൻ ഇതിനകത്ത് കിടപ്പുണ്ട്. കരിഞ്ചീരക ചായ രാവിലെയുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ ഒരു ഹൈ പ്രോട്ടീൻ ഡയറ്റാണ്, ഹൈ ന്യൂട്രിയൻ റിച്ച് ഡയറ്റ്. വളരെ സിമ്പിളാണ്, ഒരു പ്രയാസമില്ല. ഒരു 2-3 മുട്ട എടുക്കുക, അതിനകത്തേക്ക് കുറച്ച് ടൊമാറ്റോ അരിഞ്ഞിടുക, അതിനകത്തേക്ക് കുറച്ച് ചിയാ സീഡ് ഇടുക, 2 ടീസ്പൂൺ, കുറച്ച് മുരിങ്ങയില ഇടുക, അതിനോടൊപ്പം കുറച്ച് വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞിട്ടുക. ഇത്രയും ഒന്ന് നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്ത് ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട്, കുരുമുളക് പൊടി വേണമെങ്കിൽ അതിടാം. ഇതെല്ലാം കൂടെ എടുത്ത് നമ്മുടെ ഒന്ന് നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ ഓംലെറ്റ് പോലെ ഉണ്ടാക്കാം. ചിയാ സീഡ് ഓംലെറ്റ് കിടപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെയും കഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾ വളരെ വ്യക്തമായിട്ടൊരു വ്യത്യാസം മനസ്സിലാവും നിങ്ങൾക്ക്. യു ക്യാൻ മെയിൻറ്റെയിൻ അപ് ടു 4 to 5 hours ഓഫ് എനർജി ലെവൽ. അതേസമയം നിങ്ങൾ ഇഡ്ലിയോ ദോശ കഴിച്ചാൽ അത് ദഹനം സമയം എന്ന് പറയുന്നത് 1 മണിക്കൂർ മുതൽ 2 മണിക്കൂറിനകത്ത് ദഹിച്ചു പോകും. അപ്പോൾ നിങ്ങൾക്ക് ക്ഷീണമായി. അപ്പോൾ ഓടിപ്പോയി ഒരു ചായ കൂടി അല്ലെങ്കിൽ ഒരു കടി, അതായിരിക്കും നിങ്ങളുടെ ജോലി. അതിന് പകരം നാളെ മുതലൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഒരു 3 മുട്ട ഇതുപോലെ എടുത്ത്, നല്ല മുട്ടയായിരിക്കണം, നാടൻ മുട്ടയാണ് നല്ലത് കേട്ടോ. ഞാനെപ്പോഴും ഈ ഓർഗാനിക് എന്നുള്ളൊരു കൾച്ചർ പറയുന്നത് ഈ ടോക്സിൻസും കെമിക്കലും കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞ്, ഞാനെന്നും ഇത് കഴിച്ചിട്ട് പോകുമ്പം ഒരു 4 മണിയായാലും വിശപ്പ് വരത്തില്ല. അപ്പോൾ എന്ത് പറ്റും? നിങ്ങൾക്ക് കോൺസ്റ്റൻറ്റ് ഫ്ലോ ഓഫ് എനർജി, കോൺസ്റ്റൻറ്റ് ഫ്ലോ ഓഫ് ഓൾ ദ ന്യൂട്രിയൻസ്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും നല്ല ഹാപ്പി ആയിട്ടും എനർജറ്റിക്. അപ്പോൾ അതുപോലെ ഹാപ്പിനെസ് വരുന്നതും അങ്ങനെയാണ്. ഇഡ്ഡലിയും ദോശയും പുട്ടും കഴിച്ചൊക്കെ ഹാപ്പിനെസ് വരില്ല. കഴിക്കരുതെന്നല്ല ഞാൻ പറയുന്നത്. യു ക്യാൻ ടേക്ക് ചെറിയ ലിമിറ്റഡ് ക്വാണ്ടിറ്റി. ആസ് ഏജ് അഡ്വാൻസസ് യുവർ ബോഡി ഡസൻറ്റ് നീഡ് ദാറ്റ് മച്ച് ഓഫ് കലോറി ഫ്രം കാർബോഹൈഡ്രേറ്റ്സ്. അതാണ്, യു ഹാവ് ടു റെസ്ട്രിക്ട് ദ ഇൻടേക്ക് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്. അപ്പോൾ അത് കുറച്ചെടുക്കുക. ബാക്കി ഇപ്പോൾ ഒരു ഇഡ്ഡലി ഒക്കെ കഴിക്കാം. 4 കഴിക്കുന്നവർ മേക്ക് ഇറ്റ് 2, 2 ആക്കിക്കോ. 2 കഴിക്കുന്നവർ 1 ആക്കിയിട്ട് ഈ കാര്യത്തിലേക്ക് പോവുക. എന്ത് വ്യത്യാസം വരുമെന്നറിയാമോ? നിങ്ങൾ ആസ് ഫാർ ആസ് യുവർ എനർജി ലെവൽ ഈസ് കൺസേൺ. അതുപോലെ തന്നെ ഈ ഷുഗറിൻ്റെ മെഡിസിൻ എടുക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം എൻ്റെ ഡയറ്റിലേക്ക് വരുമ്പോൾ കേട്ടോ. കാരണം വളരെ ഫാസ്റ്റായിട്ട് മെഡിസിൻ കുറയും, മെഡിസിൻ്റെ ആവശ്യം കുറയും. അതുപോലെ ഇൻസുലിൻ എടുക്കുന്നവരും വളരെ ശ്രദ്ധിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ടേ നിങ്ങൾ ഈ ഡയറ്റിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഒരു ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിഞ്ഞ് ഉച്ചയ്ക്കാണെങ്കിലോ തീർച്ചയായും കാർബോഹൈഡ്രേറ്റ്. ഇപ്പോൾ ചോറെന്ന് പറയുമ്പോൾ ഒരു തവി 2 തവി ചോറൊക്കെ ആയിരിക്കും എടുക്കുന്നത്. അത് ശരിക്കൊരു 100 ഗ്രാം ചോറിനകത്ത് തന്നെ ഒരു 370-400 കലോറി ഉണ്ട്. അത് വെള്ള അരിയാണെങ്കിൽ പറയുകയും വേണ്ട, അത് അത്ര ശരിയല്ല. നല്ലോണം തവിടുള്ള അരിയായിരിക്കണം എടുക്കേണ്ടത്. അതൊരു 100 ഗ്രാമിന് പകരം 50 ഗ്രാം ആക്കിക്കോ. അതിന് പകരം നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിൽ നിറയെ ഫിഷ് കഴിക്കാം. ഞാൻ എക്സാമ്പിൾ പറയുന്നത് ഇങ്ങനെ: ഇത്ര ചോറ്, ഇത്ര സാലഡ് എടുക്കണം, ഇത്ര മീനെടുക്കണം, ഇത്ര വേവിച്ച ഭക്ഷണങ്ങൾ എടുക്കണം, വേവിച്ച പച്ചക്കറികൾ എടുക്കണം, അല്ലെങ്കിൽ പയറോ കടലയോ. മനസ്സിലായോ? 2 കൈപ്പിടി ഇത്ര ചോറ്. അപ്പോൾ വയറ് നല്ല നിറഞ്ഞിരിക്കും. അതിൻ്റെ കാരണം ഇത് 4 മണിക്കൂർ വരെ ദഹന സമയമുള്ളതാണ് നമ്മൾ കൊടുക്കുന്ന കൂടുതൽ. ചോറെന്ന് പറയുമ്പോൾ 1 മണിക്കൂറാകുമ്പോൾ തീരും. പിന്നെ നമുക്ക് വിശപ്പ് വരും. അപ്പോഴാണ് നമ്മൾ മറ്റുള്ള ഭക്ഷണത്തിലേക്ക് പോകുന്നത്. വിശപ്പ് വന്നില്ലെങ്കിൽ അത്ര പെട്ടെന്നൊന്നും മറ്റൊന്നും കഴിക്കാൻ തോന്നില്ല. ഇത് നിങ്ങൾ ഈ ചായയും കോഫിയും ഇതുമെല്ലാം ഇടയ്ക്കിടയ്ക്ക് സ്നാക്കും ഒക്കെ കഴിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വിശപ്പ് വരുന്നതുകൊണ്ടാണ്. രാത്രിയാകുമ്പോഴോ ഇതുപോലെ നിറയെ സാലഡ്സും 2-3 തരം നല്ല കഞ്ഞികളുണ്ട്. കഞ്ഞി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇത്ര റൈസ് എന്ന് പറയുമ്പോൾ 1 ടേബിൾ സ്പൂൺ റൈസ് ഇട്ടാൽ മതി. അതിനോടൊപ്പം 3 സ്പൂൺ പയറോ കടലയോ ഇടാം. അതോടൊപ്പം ഉലുവ ഇടാം, വെളുത്തുള്ളി ഇടാം, ചുവന്നുള്ളി ഇടാം,
കോവയ്ക്ക ഇടാം, അമരപ്പയർ ഇടാം. ഈ കോവയ്ക്ക അമരപ്പയറും പ്രത്യേകം ഞാൻ പറയുന്നതിൻ്റെ കാരണം പ്രമേഹത്തിന് ഏറ്റവും നല്ല പച്ചക്കറിയാണത് രണ്ടും. അപ്പോൾ അതുകൂടെ ആഡ് ചെയ്യണം. ഉലുവ അറിയാമല്ലോ. ഇത്രയും കൂടെ നമ്മൾ കുക്കറിലിട്ടൊന്ന് വേവിക്കുക. വേവിച്ച് നല്ല കൊഴുത്ത കഞ്ഞി കിട്ടും. അപ്പോൾ അരി ഒന്നുകിൽ അരി ഇടാം, അല്ലെങ്കിൽ റാഗി പൊടി ഇടാം, അതല്ലെങ്കിൽ ഓട്സ് എന്ന് പറയുമ്പം സ്റ്റീൽ കട്ട് ഓട്സോ റോൾഡ് ഓട്സോ ഇടാവൂ. അപ്പോൾ ഇതെല്ലാം കൂടെ കുക്കറിലിട്ട് വേവിച്ചിട്ട് തുറന്നിട്ട് മുരിങ്ങയില ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കണം. 3 നേരവും വേണം. ഞാൻ നേരത്തെ പറഞ്ഞ മുട്ടയ്ക്കകത്ത് മുരിങ്ങയില ഇടണം. മുരിങ്ങയില, തക്കാളി, അങ്ങനെയാണ് അതിൻ്റെ ഒരു കണക്ക്. അതുപോലെ തന്നെ ഇത്ര മുരിങ്ങയില ദിവസവും നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കി എത്ര പോഷകങ്ങൾ ഇത്ര ഈസിയായിട്ട് കിട്ടുമെന്നറിയാമോ. അപ്പോൾ അത് ഇടുക. എള്ളെന്ന് പറഞ്ഞാൽ പവർ ഹൗസ് ഓഫ് ന്യൂട്രിയൻസാണ് എള്ള്. അതല്ല ചിയാ സീഡ് എന്ന് പറഞ്ഞാൽ ഓർന്ന് കിട്ടും, അതിടാം. പിന്നെ ഇതിൻ്റെ ഒക്കെ മുകളിലുള്ളതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്, വെർജിൻ കോക്കനട്ട് ഓയിൽ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നല്ല പ്രോട്ടീനും നല്ല കൊളസ്ട്രോളും നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കണം. നല്ല കൊളസ്ട്രോളാണ് വെർജിൻ കോക്കനട്ട് ഓയിൽ, നമ്മുടെ പച്ച തേങ്ങയുടെ പാലിൽ നിന്ന് എടുക്കുന്നത്. അതേസമയം നമ്മൾ ഉണക്ക തേങ്ങ ആട്ടിയെടുക്കുന്നത്, അതല്ലെങ്കിൽ റിഫൈൻ ചെയ്തെടുക്കുന്നതാണ് വെളിച്ചെണ്ണ. സാധാരണ നമ്മൾ പാക്കറ്റിൽ കിട്ടുന്ന വെളിച്ചെണ്ണ. നിങ്ങൾ എപ്പോഴും പാചകത്തിന് ആട്ടിയ വെളിച്ചെണ്ണ മില്ലിൽ പോയി മേടിക്കുന്നതാണ് നല്ലത്. ഈ പാക്കറ്റിലേക്ക് വരുമ്പം അത് റിഫൈനിങ് പ്രോസസ്സ് കണ്ടെയ്ൻസ് മോർ ദാൻ 60 കെമിക്കൽസ്. ഈ 60 കെമിക്കൽ എന്ന് പറയുമ്പം അത് വളരെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഇൻഫ്ലമേറ്ററി ആണ്. നമ്മുടെ ശരീരത്തിനകത്ത് നീർവീക്കം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ചുകൊണ്ട് നിങ്ങൾ കഴിയുന്നതും ആട്ടിയ വെളിച്ചെണ്ണ അടുക്കളയിലേക്ക് ഉപയോഗിക്കുക. വെർജിൻ കോക്കനട്ട് ഓയിൽ, പച്ചത്തേങ്ങയുടെ കോൾഡ് ഫിൽട്രേഷൻ പ്രോസസ്സിൽ തയ്യാറാക്കുന്ന വെർജിൻ കോക്കനട്ട് ഓയിൽ എല്ലാ നേരവും 10 ml വെച്ച് ചേർത്ത് കഴിച്ചാൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഈ ഒരു ആഹാരക്രമം ഫാറ്റി ലിവർ, PCO, അതുപോലെ ഒബേസിറ്റി, അമിതവണ്ണം, ഡയബറ്റീസ്, പ്രമേഹം, ഇതിനെല്ലാത്തിനും ഈ ഒരു നല്ല ഭക്ഷണം നിങ്ങൾ ശീലമാക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറയുന്ന ജീവിതശൈലി രോഗങ്ങൾ ഈ ഒരു കാറ്റഗറി നിങ്ങൾക്ക് മാറ്റി നിർത്താൻ പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കാണാം.